ടി.പി. പ്രശാന്ത് നൽകും വിവരങ്ങൾ. പ്രശാന്ത്, അതൃപ്തി കൃത്യമായി പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സംഘടനകളുടെ ഒക്കെ നിലപാടുകൾ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് പി.സി. ജോർജ് കാണുന്നത്? പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് പി.സി. ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും പി.സി. ജോർജിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ വലിയ തരത്തിലുള്ള അമർഷവും പ്രതിഷേധവും എല്ലാം തന്നെ മണ്ഡലത്തിലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സംഘടനകൾക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പി.സി. ജോർജ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്നുള്ള ചില പ്രതികരണങ്ങൾ തന്നെ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. പി.സി. ജോർജിനെ ചിലർ നേരിൽ കാണുകയും പിന്തുണ എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ ക്രൈസ്തവ സംഘടനകൾ പി.സി. ജോർജിനായി കോട്ടയത്തടക്കം തന്നെ യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാസ അടക്കമുള്ള സംഘടനകൾ പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ ഈ മാർച്ച് 2ാം വാരത്തിൽ ഒരു ഓഫീസ് തുറക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങും എന്നുവരെയുള്ള രീതിയിലുള്ള പ്രമേയങ്ങൾ തന്നെ പാസ്സാക്കിയിരുന്നു. ഇത്തരത്തിൽ ക്രൈസ്തവ സംഘടനകളുടെ ശക്തമായ പിന്തുണ ഉള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലാതെ പോകുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി ആകണം എന്നുള്ള ഒരു ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തോട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്ഥാനാർത്ഥി ആക്കുമെന്നുള്ള ചില പ്രതീക്ഷകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷയായിരുന്നു ഇപ്പോൾ അസ്ഥാനത്തായിട്ടുള്ളത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ വിവിധ ക്രൈസ്തവ സംഘടനകൾ വലിയ തരത്തിലുള്ള നിരാശകൾ ഉണ്ട്. ആ നിരാശയുള്ള സംഘടനകളെ അവരെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യും. എന്തായാലും അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ്. ഒപ്പം തനിക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിൽ വലിയ തരത്തിൽ തടസ്സം നിന്നത് വെള്ളാപ്പള്ളി നടേശനാണെന്നുള്ള ഒരു ആരോപണം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെയും ഈ ലിസ്റ്റ് വന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. എന്തായാലും CPM-ന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും എല്ലാം തന്നെ നിശ്ചയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനെ വിവരദോഷി എന്നത് തന്നെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്നാൽ SNDP സംഘടനയെ ശാക്തീകരിക്കുന്നതിൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയോട് ഇത്തരം കാര്യങ്ങളിൽ ക്ഷമിച്ചിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം BDJS എന്ന് പറയുന്ന ഒരു സംഘടന യഥാർത്ഥത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. അച്ഛൻ വെള്ളാപ്പള്ളി CPM-ഉം മകൻ BJP-യുമാണ്. ഇരുവരുടെയും കച്ചവട തന്ത്രമാണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ JP നദ്ദയെ കണ്ട് ഇപ്പോൾ ഡൽഹിയിലുള്ള തുഷാർ വെള്ളാപ്പള്ളി ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉന്നയിക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഉണ്ടായാൽ പോകാൻ പറയും എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും പത്തനംതിട്ടയിൽ ഉണ്ടാവുക. അനിൽ ആന്റണി സ്ഥാനാർത്ഥിയെ രംഗത്തെത്തുമ്പോൾ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി.സി. ജോർജ് എന്തായാലും പ്രചരണ രംഗത്ത് ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പി.സി. ജോർജിനെ അനുനയിപ്പിക്കാൻ BJP നീക്കങ്ങൾ നടത്തുന്നതിനിടെ ഇപ്പോൾ പി.സി. ജോർജ് പ്രതികരണവുമായി റിപ്പോർട്ടർ TV-യോട് സംസാരിച്ചത്. ടി.പി. പ്രശാന്ത് നൽകുകയായിരുന്നു വിവരങ്ങൾ.